മെഡിക്കൽ കോഴ്സാണ് മെയിൻലി നോക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേയൊക്കെ അറിയാൻ പറ്റിയിരുന്നു. ഒരു പിടിയില്ലാതെ വന്നതാണ് ഇവിടെ, പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ അറിയാൻ പറ്റി. ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമുക്കിതിനെപ്പറ്റി അധികം ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങ് വന്നത്. ഇവിടെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിദേശ പഠനം സ്വപ്നം കാണുന്നവർക്ക് വിദേശ രാജ്യങ്ങളിലെ പഠന സാധ്യതകൾ അടുത്തറിയാനുള്ള അവസരമൊരുക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഡിസ്കവർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, മെഡിസിൻ, മാനേജ്മെൻറ്റ്, കൊമേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിലെ കോഴ്സുകളെക്കുറിച്ച് എക്സ്പോയിൽ അടുത്തറിയാം. പക്ഷേ ഇത്രയും ഓപ്ഷൻസ് ഉള്ളത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. കുറേ കമ്പനീസ് ഉള്ളതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി. അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്ന ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് ഫീൽഡിലാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പം ഇവിടെ വന്നൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ കയറി ഓരോ സ്റ്റോളും കയറി, അപ്പം അവരാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം പറഞ്ഞു തന്നു. ഒരു ഐഡിയ ഇവിടെ നിന്നുണ്ടായി. കുറച്ചുകൂടെ പുറത്തെ എങ്ങനെ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പ്രോപ്പർ ഇൻഫർമേഷൻ എല്ലാം കിട്ടി. ഇതിനകം 3000-ലധികം പേരാണ് ഓൺലൈനായും നേരിട്ടും എക്സ്പോയിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്തത്. വിദ്യാഭ്യാസ ലോൺ സൗകര്യങ്ങൾ, ഭാഷാ പരീക്ഷകൾ, വിദേശ നാണയ വിനിമയം തുടങ്ങി വിദേശ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും എക്സ്പോയിൽ ഉത്തരം കിട്ടും. നല്ല ഫ്രണ്ട്ലി സ്റ്റാളുകളാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ആവശ്യമുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ സംശയമുള്ള എല്ലാവരും പറഞ്ഞു തരുന്നു. കുറേ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലായി. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പോ ആയിരുന്നു. ജസ്റ്റ് അതൊരു കൺട്രി പ്രിഫറൻസ് അവർ ഇവിടുന്ന് തന്നെ പറഞ്ഞു തന്നു. ഇന്ന് വൈകിട്ട് 6 മണി വരെ തിരുവനന്തപുരം ഒബൈ താമര ഹോട്ടലിലാണ് എക്സ്പോ. എക്സ്പോയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നുള്ള ഒരു ഭാഗ്യശാലിക്ക് പഠിക്കാൻ പോകുന്ന രാജ്യത്തേക്കുള്ള വിമാന ടിക്കറ്റ് സൗജന്യമായി കിട്ടാനുള്ള അവസരവുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.